എല്ലാവർക്കും റൂട്ട്നെസ് അഗ്രികൾച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മെയ് മാസത്തിലെ ചൂടൊക്കെ എന്ന് കഴിഞ്ഞ് നമ്മൾ ജൂൺ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതായത് കാലവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലായിടത്തും തന്നെ നല്ല പോലെ മഴ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അഴുകൽ രോഗത്തിന് തന്നെയാണ്. കാരണം നമുക്കറിയാം ജൂൺ മാസം ജൂലൈ മാസം നമ്മുടെ കാലവർഷ സമയത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രധാന വില്ലനാണ് നമ്മുടെ അഴുകൽ രോഗമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ജൂൺ മാസത്തിൽ നമ്മുടെ തോട്ടങ്ങൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ക്രമീകരിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അഴുകലിന് മുന്നോടിയായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. മിക്കവാറും തോട്ടങ്ങളിൽ ഫേസ് ചെയ്യുന്നൊരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ ലേബർ ഷോർട്ടേജ്. അതായത് പണിക്കാരെ കിട്ടാൻ ഭയങ്കര താമസമാണ്. അതുകൊണ്ട് തന്നെ കവാത്ത് എടുക്കുന്ന കാര്യം മിക്കവാറും തോട്ടങ്ങളിൽ കുറച്ച് പിന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് തോട്ടങ്ങളിൽ ഒന്ന് ഉത്സാഹത്തോടെ തന്നെ കവാത്ത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എടുക്കുമ്പോഴത്തേക്ക് നല്ലപോലെ ആ കവാത്തൊക്കെ ഒന്ന് എടുത്ത് നമ്മുടെ അടിയിലുള്ള അകത്തുള്ള ചപ്പുകളൊക്കെ ഒന്ന് വാരി ചെടിയോട് ചേർന്ന് കിടക്കുന്ന അതായത് കിഴങ്ങിനോട് ചേർന്ന് കിടക്കുന്ന ചപ്പും കൂടെ ഒന്ന് മാറ്റുമ്പോഴത്തേക്ക് കിഴങ്ങിനൊരു 2 അടി തള്ളി മാറ്റിയാൽ മാത്രം മതിയായിരിക്കും. ബാക്കിയുള്ള ചപ്പ് നമ്മുടെ മണ്ണിൻ്റെ മേലിൽ കിടക്കുന്നത് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ വേര് അധികം എക്സ്പോസ് ആവാതെ വേരിനധികം ക്ഷതം ഉണ്ടാകാതിരിക്കാനൊക്കെ നമുക്ക് മൾച്ച് കിടക്കുന്നത് വളരെ നല്ലതാണ്. കട്ടിക്ക് കിടക്കേണ്ട ആവശ്യമില്ല. ഒരു ലെയർ മൾച്ച് കിടക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പഴയ ശരങ്ങൾ നിൽക്കുന്നത് ഒന്ന് ചെത്തിക്കളയാൻ വേണ്ടി ശ്രദ്ധിക്കുക. പഴയ കിഴങ്ങുകൾ കണ്ടമാനം നിൽപ്പുണ്ടെങ്കിൽ പറ്റുന്ന പോലെ ഒന്ന് എടുത്ത് കളയുവാണെങ്കിൽ അതും പെട്ടെന്ന് അഴുകലുണ്ടാവാതിരിക്കാൻ വളരെ നല്ലൊരു കാര്യമായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ അഴുകൽ കണ്ട തോട്ടങ്ങളിലൊക്കെ തന്നെ ഷെയ്ഡ് കൂടുതലായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഈ വർഷവും നമുക്ക് കുറച്ച് സമയം വൈകി പോയിരിക്കുകയാണ്. പണിക്കാരെ കിട്ടുന്നത് കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ തോട്ടങ്ങളിൽ ഷെയ്ഡ് മറക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അഴുകുന്ന തോട്ടങ്ങളിലാണെങ്കിലും മറ്റു തോട്ടങ്ങളിലാണെങ്കിലും അത്യാവശ്യം ഒന്ന് ക്ലീനായിട്ട് ഷെയ്ഡ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫുള്ള് ക്ലീനായിട്ട് മുട്ടയടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് ഈ വർഷം കാറ്റൊക്കെ കൂടുതലാണെങ്കിൽ അതുപോലെ തന്നെ മഴ കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വെയിൽ കൂടുതൽ അടിക്കുന്നിടത്തൊക്കെ ആണെങ്കിൽ അടിത്തളിപ്പ് ക്ലീനാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റു തോട്ടങ്ങളിലും പ്രോപ്പറായിട്ട് ഇതിന് ഷെയ്ഡ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കാടുകളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടി നോക്കുക. അധികം വെള്ളം കെട്ടി നിൽക്കാതെ തോട്ടങ്ങളിൽ, പ്രത്യേകിച്ച് കണ്ടം സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ കണ്ട സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിന്നാൽ റൂട്ട് റോട്ട് അതായത് വേരഴുകി പോകുന്ന പ്രശ്നം നമ്മുടെ തോട്ടങ്ങളിലൊക്കെ ആണെങ്കിലും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ചെടി പുതിയതായിട്ട് പ്ലാന്റ് ചെയ്യുന്നവരൊക്കെ നമ്മുടെ തെങ്ങിന് തടവെടുക്കുന്ന പോലെയൊക്കെയാണ് ചെടി പ്ലാന്റ് ചെയ്യുന്നത്. അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് വെള്ളം കെട്ടി നിൽക്കും. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മുടെ അഴുകൽ പോലെയുള്ള പ്രശ്നങ്ങൾ തോട്ടത്തിൽ സിവിയർ ആകാനുള്ള സാധ്യതയുണ്ട്. പരമാവധി അധികം വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ തോട്ടങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ തോട്ടങ്ങളിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കിയൊരു കാര്യമാണ് കാറ്റെന്ന് പറയുന്നത്. നമ്മുടെ ജൂൺ മാസം ജൂലൈ മാസത്തൊക്കെ നല്ല പോലെ കാറ്റടിക്കുന്ന സമയമാണ്. മഴയും കാറ്റും കൂടെ വരുമ്പോഴത്തേക്ക് നല്ലപോലെ തന്നെ നമ്മുടെ ഈൽഡിൽ കുറവ് വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ തോട്ടങ്ങളിൽ നല്ല ഹൈറ്റിലുള്ള ചെടികളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒന്ന് അധികം മുറുക്കി കെട്ടാൻ പാടില്ല. ലൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ലൈറ്റായിട്ടൊന്ന് ചേർത്ത് നിർത്തുവാണെങ്കിൽ അധികം കാറ്റൊടിക്കാതിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിരയായിട്ടുള്ള തോട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ചെടികൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലയാതെ ഒടിയാതിരിക്കാനായിട്ട് വളരെ സഹായകരമായിട്ടൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ തോട്ടങ്ങളിൽ റീസെൻ്റായിട്ട് ഒരു 2 ആഴ്ചയായിട്ട് മിക്കവാറും തോട്ടങ്ങളിൽ മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിൻ്റെ സാന്നിധ്യം നല്ലപോലെ കാണുന്നുണ്ട്. കർഷകർ മിക്കവാറും പേര് വിളിച്ച് നമ്മളോട് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിൽ സിവിയറായിട്ട് കാണുന്നുണ്ടെന്നുള്ളൊരു കാര്യം. ആരും പാനിക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്നുള്ള ക്ലൈമറ്റ് മാറുന്നതിൻ്റെയാണ് ഈ മഞ്ഞപ്പിഞ്ച് പൊഴിയുന്നത്. അതായത് കഠിനമായിട്ടുള്ള ചൂടിൽ നിന്നും മഴയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികളുടെ കായ്കൾ സെറ്റാവാത്തൊരു പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ വേരുകൾ പെട്ടെന്ന് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നമ്മൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു മരുന്നുകൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് അത്യാവശ്യം മഴയൊക്കെ ആയി ആ ക്ലൈമറ്റ് ഒന്ന് സ്റ്റേബിൾ ആകുമ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിൽ നല്ലപോലെ ഒന്ന് റെഡ്യൂസ് ആവുകയും ചെയ്യും. പുതിയ കായകൾ നല്ലപോലെ പിടിക്കുകയും ചെയ്യും. പുതിയ വേരുകൾ നല്ലപോലെ ന്യൂട്രിയൻസിനെ എടുത്ത് നമ്മുടെ കായലിലേക്ക് കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കഠിനമായിട്ടുള്ള മഴയാണെങ്കിലും വേരുകൾക്ക് ചീച്ചിലുണ്ടായി കഴിഞ്ഞാലും മഞ്ഞപ്പിഞ്ച് പൊഴിയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുന്ന മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിലൊന്ന് മാറിയിട്ട് നമുക്ക് നല്ലപോലെ തന്നെ കാട് സെറ്റിങ്സ് ആയിക്കോളും. അതുപോലെ തന്നെ നമ്മൾ ഈ മാസത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മണ്ണിൻ്റെ pH ഒന്ന് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം. നമുക്കറിയാം ഈ മെയ് ജൂൺ സമയത്തിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ മണ്ണിൻ്റെ അസിഡിറ്റി ഒന്ന് കുറയ്ക്കാനൊക്കെ ആയിട്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ സോയിൽ എന്ന് പറയുന്നത് ഒരു അസിഡിക് നേച്ചറുള്ള സോയിലാണ്. അപ്പോൾ നമ്മൾ ആ കണ്ടമാനം അസിഡിസിറ്റി ആണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഒരു ലൈറ്റായിട്ടൊരു അൽക്കലൈൻ ക്യാരക്ടർ കാണിക്കാനൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും കുമ്മായം ഒന്ന് നമ്മുടെ മണ്ണിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് കുമ്മായം നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ചെടിക്ക് ഒരു 300 ഗ്രാമെങ്കിലും കിട്ടുന്ന രീതിക്ക് അകത്തൊരു 100-150 ഗ്രാമും പുറത്തൊരു 150 ഗ്രാമും കിട്ടുന്ന രീതിക്ക് നല്ലപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ തന്നെ പുതിയ വേരുകൾ ഇനിഷ്യേറ്റ് ആവുകയും ചെയ്യും. നമ്മുടെ ചെടികൾക്ക് വേണ്ട പോലെ ന്യൂട്രിയൻസ് ഒക്കെ എടുക്കാൻ പറ്റുകയും ചെയ്യും. മാത്രമല്ല
അസിഡിക് നേച്ചറിൽ നല്ലപോലെ അമ്ലത കൂടുതലാണെങ്കിൽ നമ്മുടെ മണ്ണിലെ കുമിൾ രോഗങ്ങൾ കൂടാനുള്ള സാധ്യതകളുമുണ്ട്. നമ്മുടെ ഈ അഴുകൽ പോലുള്ള പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ഒന്ന് കുമ്മായം കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇനി നമ്മൾ ഏറ്റവും പ്രധാന ഭാഗത്തിലേക്ക് കിടക്കുകയാണ്, അതായത് അഴുകൽ പരിചരണം. നമുക്കറിയാം, കഴിഞ്ഞ വർഷം മിക്കവാറും തോട്ടങ്ങളിൽ അഴുകൽ അത്യാവശ്യം കാണിക്കുന്നുണ്ടായിരുന്നു. അഴുകലായിട്ടും തട്ടമറിച്ചായിട്ടും തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ആ ക്യാരക്ടർ കാണിച്ച തോട്ടങ്ങളിൽ ഉറപ്പായിട്ടും ഈ വർഷം അഴുകൽ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം മണ്ണിൽ ഓൾറെഡി അതിൻ്റെ കുമിളുകളുണ്ട്. ഈ നല്ല മഴയാകുമ്പോഴത്തേക്ക് നല്ലപോലെ തന്നെ ആക്റ്റീവ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് മരുന്നുകൾ കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇന്ന് രാവിലെ, അതായത് ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് രാവിലെ നമ്മുടെ ഒരു കർഷകൻ നമ്മളെ ശാന്തമ്പാറയിൽ നിന്നും വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു 20 ചെടിക്ക് കൊത്തഴുകൽ ലൈറ്റായിട്ട് കാണുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം സ്പോട്ട് ആപ്ലിക്കേഷൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തോട്ടത്തിൽ ഫുള്ളായിട്ട് ഒരു സ്പ്രേയിങ് ഷെഡ്യൂളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഴുകൽ വരുന്ന തോട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ മുന്നോടിയായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഇനിയിപ്പം അധികം അഴുകലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാൻ പറ്റിയ മരുന്നെന്ന് പറയുന്നത് നമ്മുടെ COC ഹെക്സാ പൊട്ടാഷ്യം ഫോസ്ഫേറ്റ് തന്നെയാണ്. അപ്പം എല്ലാവർക്കും ഒരു സംശയമാണ്, ബോഡോ മിക്സറിൻ്റെ കാര്യത്തിൽ നല്ല സംശയങ്ങളൊക്കെ ഉണ്ട്. അത് വേണോ, COC ഹെക്സാ പൊട്ടാഷ്യം ഫോസ്ഫേറ്റ് വേണോ, സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും നല്ലപോലെ തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു ഇതിലേതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ കൊടുക്കാൻ നമുക്ക് പറ്റുന്നതെന്ന് പറയുന്നത് COC ഹെക്സാ സഞ്ചാർ 40 ആണ്. അപ്പോൾ കൊടുക്കുന്ന ഡോസ് എന്ന് പറയുന്നത് ഒരു 300 ഗ്രാം COC, അതിൻ്റെ കൂടെ ഹെക്സാ ഒരു 200 മില്ലിയും സഞ്ചാർ 40 ഒരു 400 മില്ലിയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രേ കൊടുത്ത് ചോട്ടിലൊരു 4-5 ലിറ്റർ കിട്ടുന്ന രീതിക്ക് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മുടെ ഈ അഴുകൽ പ്രശ്നങ്ങൾക്ക് നല്ലൊരു കൺട്രോൾ തരുന്ന ഒരു കോമ്പിനേഷനാണ്. നമുക്ക് കോസ്റ്റ് വൈസ് ആണെങ്കിലും റിസൾട്ട് വൈസ് ആണെങ്കിലും ബോഡോ മിക്സ്ചറിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ COC ഹെക്സാ പൊട്ടാഷ്യം ഫോസ്ഫേറ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ അതല്ല, അഴുകൽ കാണുന്ന തോട്ടങ്ങളൊക്കെയാണ്, അതായത് കഴിഞ്ഞ വർഷം സിവിയർ ആയിട്ട് അഴുകിയ തോട്ടങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല പോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടൊരു മരുന്ന് കൊടുക്കേണ്ടതാണ്. നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഡോസ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം COC ഒരു 400 ഗ്രാം, മെറ്റലാക്സയിൽ 100 ഗ്രാം, അതിൻ്റെ കൂടെ സഞ്ചാർ 40 ഒരു 400 മില്ലി. അതായത് മെറ്റലാക്സിൽ നമ്മൾ ലൈറ്റ് ഡോസിലേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ നമ്മുടെ ആ മണ്ണിലുള്ള നമ്മുടെ അഴുകലിൻ്റെ കുമിളുകളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോമ്പിനേഷനിൽ ഒരു ചെടിക്ക് ഒരു 4-5 ലിറ്റർ കിട്ടുന്ന രീതിക്ക് നല്ലപോലെ ഒന്ന് സ്പ്രേ കൊടുത്ത് ചുവട്ടിലും കൂടെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അഴുകലിന് നല്ല രീതിക്ക് ഒരു റിസൾട്ട് തരുന്ന ഒരു കോമ്പിനേഷൻ തന്നെയാണ്. അതിനുശേഷം നല്ലപോലെ മഴയാകുമ്പോഴത്തേക്ക് നമുക്ക് ബോഡോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ബോഡോസ് മിക്സ്ചർ നമുക്ക് സ്പ്രേ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ തോട്ടങ്ങളിൽ മരുന്നടിക്കുന്ന കാര്യങ്ങളും കൂടെ നമ്മൾ ഒന്ന് കറക്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ സിവിയർ ആയിട്ട് തണ്ടുതുറപ്പൻ ചെറിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിലും നമ്മൾ മരുന്നടി കറക്റ്റ് ഇൻ്റർവെല്ലിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അധികം കട്ടി കൂടിയ മരുന്നോ അല്ലെങ്കിൽ ഡോസ് കൂട്ടി കൊടുക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ കൂടെ NPK വളങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക, നൈട്രജൻ ഇല്ലാത്ത വളങ്ങൾ അല്ലെങ്കിൽ കുറവുള്ള വളങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ അഴുകൽ അധികം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഉദാഹരണത്തിന് 0-40-37 അല്ലെങ്കിൽ 0-52-34 അല്ലെങ്കിൽ നമ്മുടെ 5-40-14 പോലുള്ള കോമ്പിനേഷൻസൊക്കെ നമുക്ക് വേണമെങ്കിൽ മരുന്നിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, നമ്മൾ ഓർഗാനോ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകളാണ് കൊടുക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ കാലക്സ്, അതായത് ക്യുനാൽ ഫോസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫിനോഫോസ്, ഇങ്ങനത്തെ ഫോസ് ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകളൊക്കെ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഫോസ്ഫറസ് കൂടുതലുള്ള വളങ്ങൾ അതിൻ്റെ കൂടെ ചേർക്കാതിരിക്കുക. അതായത് നമ്മളിപ്പോൾ എക്കാലക്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ 0-40-37 അല്ലെങ്കിൽ 0-52-34 ചേർക്കാതിരിക്കുക. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഫോസ്ഫറസ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് മരുന്നുകളുടെ കൂടെ അത് ചേരത്തില്ല. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ മിക്കവാറും ആൾക്കാർ നമ്മുടെ കർഷകർക്ക് കൊടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഫോസ്ഫറസ് കൂടുതലുള്ള വളങ്ങളാണ് കൊടുക്കുന്നത്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫോസ്ഫറസ് കുറവുള്ള വളങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മരുന്നിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻസ് വാങ്ങുവാണെങ്കിൽ കണ്ടൻറ്റും കൂടെ ഒന്ന് നോക്കിയേക്കുക. അധികം സ്റ്റിമുലൻസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഹ്യൂമിക്, ഫൾവിക്, സീവീഡ് പോലുള്ള സ്റ്റിമുലൻസ്, അല്ലെങ്കിൽ നമ്മുടെ അമിനോസ് അടങ്ങിയ സ്റ്റിമുലൻ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മൾ മരുന്നിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് NPK വേണമെങ്കിൽ കൊടുക്കാം, ന്യൂട്രിയൻസ് വേണേൽ ആഡ് ചെയ്യാം. അധികം സ്റ്റിമുലൻസ് കൊടുക്കാതെ നമ്മൾ സ്പ്രേ കൊടുക്കുന്നതായിരിക്കും ഉചിതം. ഇല്ലെങ്കിൽ തോട്ടങ്ങളിൽ അഴുകൽ കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മറ്റൊരു പ്രധാന പ്രശ്നമാണ് തോട്ടങ്ങളിൽ ഫിസേരിയത്തിൻ്റെ ആധിക്യം കുറച്ച് കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഫിസേരിയം കയറുകയും ചെയ്യുന്നുണ്ട്. കാറ്റൊക്കെ വരുമ്പോഴത്തേക്ക് തട്ടകൾ ഒടിഞ്ഞു വീഴാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതായത് പോള പൊട്ടി കീറി പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നൊരു പ്രതീതിയും കാണുന്നുണ്ട്. നമ്മൾ COC ഹെക്സാ പൊട്ടാഷ്യം ഫോസ്ഫേറ്റ് സ്പ്രേ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അഴുകലിന് മുന്നോടിയായിട്ട് നമ്മളൊരു അഡ്വാൻസ് സ്പ്രേ കൊടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ഫിസേരിയത്തിൻ്റെ കുമിളുകളും നമ്മൾ ആ കൊടുക്കുന്ന സ്പ്രേയിങ് ഷെഡ്യൂൾ തന്നെ തീർന്നു പോകുന്നതാണ്.
അതല്ല കുറച്ച് ഫിഷേറിയത്തിൻ്റെ ആധിക്യം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന മരുന്നിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്പ്രിൻറ്റ് പോലെയുള്ള മരുന്നുകൾ, അതായത് കാർബൺഡാസിയം മാംഗോസബ് ഉള്ള വരുന്ന കോമ്പിനേഷൻസ് ശ്രദ്ധിക്കുക. കാർബൺഡാസിയമിൻ്റെ പേഴ്സൻറ്റേജ് കൂടുതലുള്ള കോമ്പിനേഷൻസ് വേണം കൊടുക്കാനായിട്ട്. മാംഗോസബ് കൂടുതലും കാർബൺഡാസിയം കുറവാണെങ്കിൽ അധികം ഫിഷേറിയത്തിന് കൺട്രോൾ കിട്ടത്തില്ല. അപ്പം സ്പ്രിൻറ്റ് വേണമെങ്കിൽ നമുക്ക് കാർബൺഡാസിയം കൂടുതലുള്ള കോമ്പിനേഷനാണ്. ഇൻഡോഫിലിൻ്റെ സ്പ്രിൻറ്റ് നമുക്ക് സ്പ്രേ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഡോസേജ് എന്ന് പറയുന്നത് ഒരു 300 മുതൽ 400 ഗ്രാം വരെ തോട്ടത്തിൽ ഫിഷേറിയത്തിൻ്റെ ആധിക്യം വെച്ച് നമുക്ക് സ്പ്രേ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോവിറ്റോ ഗ്ലീലിയോ വേയോ അങ്ങനത്തെ മരുന്നുകൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്ട്രോബിലിൻ ഗ്രൂപ്പും അസോൾ ഗ്രൂപ്പ് ട്രൈഅസോൾ ഗ്രൂപ്പും വരുന്ന കോമ്പിനേഷൻസ്, അല്ലെങ്കിൽ അസോസിസ്ട്രോബിൻ ടെബുക്കോണാസോൾ അങ്ങനത്തെ കോമ്പിനേഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഫിഷേറിയത്തിൻ്റെ ആധിക്യം കൂടുതലാണെങ്കിൽ നമുക്ക് സ്പ്രേ ഷെഡ്യൂൾ കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പ്രേ ഷെഡ്യൂൾസൊക്കെ കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു സ്പ്രെഡർ അല്ലെങ്കിൽ പെനിട്രൻറ്റും കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. മിക്കവാറും തോട്ടങ്ങളിൽ ആഡ് ചെയ്യാറുണ്ട്, എങ്കിലും ചെയ്യുന്ന രീതിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. എല്ലാവരും മരുന്നുകളൊക്കെ ഒഴിച്ചതിന് ശേഷം ഡ്രമ്മിലേക്ക് വെറുതെ പശ അളന്നൊഴിക്കുകയാണ് ചെയ്യാറ്. നമ്മൾ ശരിയായിട്ട് ചെയ്യേണ്ട രീതി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ആദ്യം സ്പ്രെഡർ അല്ലെങ്കിൽ പെനിട്രൻറ്റ് ആദ്യം നമ്മൾ ചേർക്കുക. അത് നല്ലപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ അതിൽ നിന്നും വെള്ളമെടുത്ത് അതിലേക്ക് വേണം നമ്മൾ ചേർക്കേണ്ട മരുന്നുകൾ അല്ലെങ്കിൽ വളങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത്. അതിന് ശേഷം വേണം നമ്മൾ അത് ഡ്രമ്മിലേക്ക് മിക്സ് ചെയ്യാനായിട്ട്. അപ്പം ആ ഒരു കാര്യം കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ തോട്ടങ്ങളിൽ ബേസൽ ആപ്ലിക്കേഷൻസ് ചെയ്തിട്ടില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഒരു ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ചൂടായതൊക്കെ കണ്ട് തന്നെ കുറേ തോട്ടങ്ങളിൽ കളിക്ക് ഒഴിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് പുറകിലാണ്. പുതിയ ചിമ്പുകൾക്ക് വേണ്ട രീതിയിൽ ന്യൂട്രീഷൻ ലഭിക്കാതെ വന്നിട്ടുണ്ട്, ഷെഡുകൾക്ക് വേണ്ട രീതിക്ക് വളങ്ങൾ ലഭിക്കാതെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള തോട്ടങ്ങളിൽ ലൈറ്റായിട്ട്, അതായത് അഴുകൽ തീരെ കാണുന്നില്ലാത്ത തോട്ടങ്ങളിൽ ലൈറ്റായിട്ട് വളങ്ങൾ നമുക്ക് മണ്ണിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൊടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഒരു 150 ഗ്രാം ഒരു ചെടിക്ക് കിട്ടുന്ന രീതിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് കൊടുക്കാൻ പറ്റിയ വളമെന്ന് പറയുന്നത് ഇപ്പോൾ 1026 അതൊരു 150 ഗ്രാം, അതിൻ്റെ കൂടെ നമ്മുടെ MOP ഒരു 50 ഗ്രാം, നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് അതൊരു 50 ഗ്രാം, മോളാർ ഒരു 50 ഗ്രാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ചെടികൾക്ക് വേണ്ട ന്യൂട്രീഷൻസും കൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ശ്രദ്ധിക്കുക, 1026 നല്ലപോലെ സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് മുന്നോടിയായിട്ട് തന്നെ എടുത്തു വെക്കാൻ കഴിയുമെങ്കിൽ അതും നല്ലതായിരിക്കും. അപ്പോൾ അത് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഈ മാസം തന്നെ ഒരു ജൂൺ പകുതിയോട് കൂടെ തന്നെ നമുക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കുന്ന കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജൂൺ മാസത്തിൽ നമ്മൾ തോട്ടങ്ങളിൽ ശരിയായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. അതികഠിനമായിട്ടുള്ള മഴയ്ക്ക് മുന്നോടിയായിട്ട് തന്നെ തോട്ടങ്ങൾ ക്രമീകരിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. അപ്പം ഇത് തോട്ടങ്ങൾ സ്റ്റാർട്ട് ചെയ്യാത്തവർ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിക്കൊള്ളുക. അതുപോലെ തന്നെ മറ്റ് കർഷകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നന്ദി.